ബ്രസീൽ വേഴ്സസ് നോർവേ റൗണ്ട് ഓഫ് 16 പ്രീ ക്വാർട്ടർ മത്സരം. രണ്ടും മികച്ച ടീമുകളാണ്. പക്ഷേ ബ്രസീലിന് റൗണ്ട് ഓഫ് 32 പോലെ അത്ര കഠിനമായിരിക്കില്ല പ്രീ ക്വാർട്ടർ. ജപ്പാൻ്റെ അത്ര പെർഫോമൻസ് ഒന്നും നോർവേ കാഴ്ചവെക്കുമെന്ന് കരുതുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് രണ്ട് ടീമിൻ്റെയും അവസാനത്തെ മത്സരം നോക്കിയാൽ ബ്രസീൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് നേടിയെടുത്തതാണ് ജയം. പക്ഷേ നോർവേ രക്ഷപ്പെട്ടതാണ് എന്ന് തന്നെ പറയാം. കാരണം ഐവറി കോസ്റ്റ് നോർവേക്കെതിരെ വമ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ചു. കളി കണ്ടവർക്കറിയാം, നോർവേയേക്കാൾ കൂടുതൽ ഡേഞ്ചറസ് അറ്റാക്കുകളും മുന്നേറ്റങ്ങളൊക്കെ നടത്തിയത് ഐവറി കോസ്റ്റ് ആയിരുന്നു. പക്ഷേ ഐവറി കോസ്റ്റിന് ഫിനിഷിംഗ് ഇല്ലാതെ, അത് ഇതിൻ്റെ മുന്നത്തെ മത്സരത്തിലും ജർമ്മനിക്കെതിരെയും ഐവറി കോസ്റ്റിൻ്റെ പോരായ്മ അത് തന്നെയായിരുന്നു. നല്ല ഫിനിഷർ ഇല്ലാതെ. എന്നിട്ടും ഐവറി കോസ്റ്റ് നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചു. നോർവേ അവസാനം ആളണ്ടിൻ്റെ ഗോളിൽ രക്ഷപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു പെർഫോമൻസും വെച്ചിട്ട് ബ്രസീലിൻ്റെ അടുത്തേക്ക് നോർവേക്ക് ചെന്ന് കയറിയാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നതാണ് സത്യം. പിന്നെ നെയ്മർ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ലെവലിൽ കൂടെ ഇറങ്ങാൻ സാധ്യതയുണ്ട് നോർവേക്കെതിരെ. അപ്പോൾ ഒരു കാര്യം ഏകദേശം ഉറപ്പിക്കാം, ബ്രസീലിന് ക്വാർട്ടർ ഫൈനലിൽ വലിയ പ്രയാസമുള്ള കാര്യമല്ല ക്വാർട്ടറിലെത്തുക എന്നത്. നോർവേക്ക് കൂട്ടിയാൽ കൂടുതലടാ. ബ്രസീലിനെ തോൽപ്പിക്കാൻ നോർവേക്ക് പറ്റുമെന്ന് ഞാൻ കരുതുന്നേ ഇല്ല. ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കൂടി ഒന്ന് പറ. ഓക്കെ.